ഇന്ന് നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു FM റേഡിയോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. ഈ ഒരു റേഡിയോ തന്നെ നമുക്ക് 3 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് റീചാർജ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലും, ഒന്ന് കറണ്ടിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും, പിന്നെ ബാറ്ററി ഒന്നുമില്ല നമുക്ക് സോളാർ പാനലിൽ വർക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഈ റേഡിയോ ഉണ്ടാക്കാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഈ ഒരു റേഡിയോയിൽ ഏത് വരെയും കണക്ട് ചെയ്യാണ്ട് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ ഉപയോഗിച്ചാകുന്ന ഈ ഒരു FM റേഡിയോ ബോർഡ് നമുക്ക് സോളാർ പാനൽ, ചെറിയ സോളാർ പാനൽ നമുക്ക് ബാറ്ററി എന്നില്ലാതെയും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ FM റേഡിയോ ബോർഡ് മേടിക്കാനുള്ള ലിങ്ക് കൊടുക്കാത്ത വേറെ ഒന്നുമല്ലാതെ നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനായിട്ട് ഈ ഒരു ടൈപ്പ് ബോർഡ് കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലുള്ള റേഡിയോ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ FM റേഡിയോ ബോർഡുകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ 2 ടൈപ്പ് ബോർഡുണ്ട്. ഒന്ന് ആംപ്ലിഫയർ കൂടി ഉള്ളതും, ഒന്ന് ആംപ്ലിഫയർ ഇല്ലാതെ നമുക്ക് വേറെ ആംപ്ലിഫയറിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള FM റേഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആംപ്ലിഫയറോട് കൂടിയുള്ള ബോർഡാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു FM റേഡിയോ ബോർഡ് വാങ്ങിയത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. ഈ ഒരു ബോർഡിന് മാത്രം 107 രൂപയാണ് ആയത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു വോളിയം കൺട്രോളർ വേണം. അപ്പോൾ വോളിയം കൺട്രോളിൽ തന്നെ ഓൺ ഓഫ് ഉള്ള ബട്ടൺ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു സ്വിച്ച് ഒരെണ്ണം മേടിക്കുക. പിന്നെ നമുക്ക് 2 നോബ് കൂടി വേണം. ഒന്ന് വോളിയം കൺട്രോളർ ഇടാൻ വേണ്ടിയിട്ടും, ഒന്ന് ചാനൽ സ്റ്റേഷൻ മാറ്റുന്ന ഇതിന് വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഡിജിറ്റലായിട്ടുള്ള FM റേഡിയോ ബോർഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു ബോർഡിന് ഈ ഒരു ബോർഡിൻ്റെ അത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ തന്നെ ആംപ്ലിഫയറോടുകൂടി വരുന്ന ബോർഡുകളും കുറവാണ്. പിന്നെ നമുക്ക് റേഡിയോയ്ക്ക് ചെറിയൊരു സ്പീക്കർ വേണം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് കൂടി വേണം. അപ്പോൾ ക്യാബിനറ്റ് നമ്മൾ നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ സ്ക്രാപ്പ് കടയിൽ നിന്ന് 40 രൂപയ്ക്ക് ഈ ഒരു സ്പീക്കർ വാങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് റേഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചാർജിങ് മൊഡ്യൂൾ കൂടി വേണം. ലിഥിയം അയൺ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ചാർജിങ് മൊഡ്യൂളും കൂടി ഉപയോഗിച്ചാണ് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിന് 60 രൂപയാണ് ആവുന്നത് കടയിൽ. അപ്പോൾ നമ്മൾ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ബോർഡ് കൂടി ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓവർ ചാർജ് ഒന്നും ആവില്ല, അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല. അതുപോലെ നമ്മൾ ചാർജിങ് സോക്കിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലായിട്ട് വേറെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മളിത് റേഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് ആ ഒരു പിന്ന് നമുക്ക് ബോർഡിലുള്ള ആ ഒരു സോക്കറ്റ് നമുക്ക് വിടുവിക്കാൻ പാടായതുകൊണ്ട് നമ്മൾ വേറെ ഒരു സോക്കറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ലിഥിയം അയൺ ബാറ്ററി മാത്രമാണ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുള്ള ട്രാൻസ്ഫോമർ 6 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് റേഡിയോ ബോർഡ് വർക്ക് ചെയ്യിക്കാം. നമുക്ക് റീചാർജ് ചെയ്യേണ്ടാത്ത രീതിയിൽ, നമുക്ക് കറണ്ടിൽ മാത്രം വർക്ക് ചെയ്യേണ്ട രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് റേഡിയോ വർക്ക് ചെയ്യിക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലെ ചെറിയൊരു സ്പീക്കറും ചെറിയൊരു ബോക്സും കൂടിയാണ്. നമുക്ക് റേഡിയോ ഉണ്ടാക്കാനുള്ള ക്യാബിൻ മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആക്രി കടയിൽ നിന്ന് മേടിച്ച സ്പീക്കർ ബോക്സാണിത്. അപ്പോൾ ഈ ഒരു സ്പീക്കർ ശരിക്കും ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്പീക്കറും ഈ ഒരു ബോക്സും മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു ആംപ്ലിഫയർ ബോർഡും അതുപോലെ തന്നെ ചെറിയ ട്രാൻസ്ഫോമറും ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കാം നമുക്ക്. അതുപോലെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് 2 നോബുകൾ പുറത്തേക്ക് പിടിപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു ഹോൾ കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് വോളിയം കൺട്രോളൊക്കെ പിടിപ്പിക്കേണ്ടത്. ഇനി ഈ ഒരു ടൈപ്പ് FM ബോർഡിൽ 8 വയറുകളാണ്. അപ്പോൾ ഈ ഒരു പച്ച വയറാണ് ഇതിൻ്റെ എയറിൽ. അതുപോലെ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്, ഇതതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ളൂ, ഇത് വോളിയം കൺട്രോളിലേക്കുള്ളതാണ്. അതുപോലെ ഇതുപോലത്തെ FM റേഡിയോ ബോർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്യും. ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഒന്നിൽ കൂടുതൽ സ്പീക്കർ ഈ ഒരു ബോർഡിൽ വർക്ക് ചെയ്യിക്കാതിരിക്കുക. അതുപോലെ ഒരു 4 വോൾട്ടിന് മേളിലേക്കുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യരുത്. കറക്റ്റ് ഈ ഒരു ബോർഡിന് മാച്ചിങ് ഒരു 3.5 വോൾട്ട് മുതൽ 4 വോൾട്ട് വരെയൊക്കെയാണ്. അതിൽ കൂടുതൽ 5 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാമെങ്കിലും നമ്മൾ അത്രയും വോൾട്ട് കൊടുക്കുക. അതൊരു 4 വോൾട്ട് താഴെയുള്ള അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. അതുപോലെ നമ്മൾ വോളിയം കൺട്രോളിലേക്ക് 3 വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വോളിയം കുറയ്ക്കുന്ന സമയത്ത് വോളിയം കുറയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് വോളിയം കൂടുകയും, അല്ലെങ്കിൽ വോളിയം കൂട്ടുന്ന അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് വോളിയം കുറയുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ 2 സൈഡിലും വോളിയം കൺട്രോളിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കാലിൽ കൊടുത്താൽ വയർ നേരെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഈ ഒരു ബോർഡിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ ബോർഡിൽ നമുക്ക് ഒരേ സമയം ഒരു സ്പീക്കർ മാത്രമാണ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അത് 4 ohmസിൻ്റെയോ അല്ലെങ്കിൽ 8 ohmസിൻ്റെയോ ഒന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. 4 ohmസിൽ കുറഞ്ഞ സ്പീക്കർ കണക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ബോർഡിൽ 10 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയൊക്കെ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരേ സമയം ഒരു സ്പീക്കർ മാത്രം കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഒരുപാട് വലിയ വാട്ട്സ് കൂടി സ്പീക്കർ കണക്ട് ചെയ്താൽ ഒരുപാട് വലിയ സൗണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു ബോർഡ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ബാറ്ററി എല്ലാം കണക്ട് ചെയ്യേണ്ടത്, നമ്മൾ വോളിയം കുറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് വോളിയം കൂട്ടി നോക്കാം.
അപ്പോൾ ഒരു റേഡിയോ ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു ബോർഡും ഒരു ബാറ്ററി ഒരു സ്പീക്കർ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ വലിയ സൈസുള്ള ബോർഡുകളൊന്നുമില്ല, ഇപ്പോൾ വളരെ ചെറിയ ബോർഡാണ്. അതുപോലെ ഈ ഒരു ബോർഡിൽ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടുന്ന സമയത്ത് ഒരു ലൈറ്റ് കൂടി ഉണ്ട്, ചെറിയ LED ലൈറ്റ് ഉണ്ട്. അപ്പോൾ നല്ല സിഗ്നലുള്ള ചാനൽ വെക്കുന്ന സമയത്ത് ആ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. ഇനി നമുക്ക് ഈ ഒരു FM റേഡിയോ വേണമെങ്കിൽ ബാറ്ററി ഇല്ല, നമുക്ക് സോളാർ പാനൽ വഴിയും വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നമ്മളൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചാനലൊന്നും വെച്ച് എത്തിക്കാത്ത വേറെ ഒന്നുമല്ല, എല്ലാ ചാനലും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്കങ്ങനെ പാട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചാനലും ക്ലിയർ ആയിട്ട് വെക്കാത്തത്. അപ്പോൾ റേഡിയോ ബോർഡിലേക്ക് നമ്മൾ ഈ ഒരു പാനലിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ വെയിലൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും നല്ല രീതിയിൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു പാനൽ വഴി. അതുപോലെ ഈ ഒരു സോളാർ പാനൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 255 രൂപയാണ് ഈ ഒരു പാനലിനായത്. 9 വോൾട്ട് 3 വാട്ട്സിൻ്റെ പാനലാണ്. ഇനി ഇതുപോലെ റേഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് വോളിയം കൺട്രോളറും ഓൺ ഓഫും കൂടി ഒരു രീതിയിൽ തന്നെ വരുന്നത് മേടിക്കാൻ കിട്ടും. അപ്പം ഓൺ ഓഫ് സ്വിച്ച് സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഓൺ ഓഫിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി എന്നുള്ള പ്ലസ്സും അതുപോലെ തന്നെ ബോർഡ് എന്നുള്ള പോസിറ്റീവുമാണ് ഈ ഒരു സ്വിച്ചിൻ്റെ 2 കാലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റേഡിയോയുടെ കണക്ഷൻ ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് വയറിലേക്കും ഈ ഒരു വോളിയം കൺട്രോളിൽ നടക്കുന്ന ഈ ഒരു വയറിലേക്ക് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്താൽ മതി. നിങ്ങൾ സാധാരണ റേഡിയോ ഉണ്ടാക്കുന്നെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയും അതുപോലെ തന്നെ ചാർജിങ് മൊഡ്യൂൾ, അതുപോലെ ചെറിയ USB പോർട്ടും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ബോർഡിൽ തന്നെയുണ്ട് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്. അപ്പോൾ അതിന് പുറത്തേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് പാടാകും. അതുകൊണ്ട് നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടൊരു സോക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലിഥിയം അയൺ ബാറ്ററി വെച്ചാണ് നമ്മൾ റേഡിയോ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെ വേണം അതിൻ്റെ ഔട്ട് എടുക്കാൻ. അപ്പം B+ലും B- ആണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഔട്ടിൻ്റെ പ്ലസ്സും മൈനസും ഉണ്ട്. അതുപോലെ തന്നെ ചാർജർ നമുക്ക് വേറെ ഇതുപോലത്തെ സോക്കറ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇന്നിൻ്റെ പ്ലസ്സും മൈനസ് ഉണ്ട്. അവിടെ നമുക്ക് ഇതുപോലത്തെ USB പോർട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ച് നമുക്ക് പുറത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ ഒരു പോർട്ടിൽ നമ്മൾ ബാറ്ററിയും അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചാർജിങ് സോക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ തന്നെ നമ്മൾ റേഡിയോയും കണക്ട് ചെയ്തിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക. അപ്പം ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആകാതിരിക്കും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന എല്ലാം നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് പിടിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ റേഡിയോ ഉണ്ടാക്കാനുള്ള ക്യാബിനറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പീക്കർ ബോക്സോ കിട്ടിയില്ലെങ്കിൽ ഇലക്ട്രിക് കടയിലൊക്കെ 6.4 അല്ലെങ്കിൽ 4.4 പ്ലെയിൻ ആയിട്ടുള്ള ബോക്സ് മേടിക്കാൻ കിട്ടും. അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പഴയ റേഡിയോ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ബോർഡ് മാറ്റിയിട്ട് ഈ ഒരു ബോർഡ് മേടിച്ച് പിടിപ്പിച്ചാലും മതി. അതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തതിൻ്റെ ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഫ്രണ്ടിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഹോൾ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയ LED കൂടെ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഒരു FM റേഡിയോ ബോർഡിൽ നമുക്ക് സിഗ്നൽ നന്നായിട്ട് കിട്ടുന്ന സമയത്ത് തെളിയുന്നൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോർഡിൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പുറമേ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടുത്തെ ആ ഒരു LED ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് 2 വയർ കണക്ട് ചെയ്ത് ആ ഒരു LED കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിഗ്നലുള്ള ചാനൽ വെക്കുന്ന സമയത്ത് മാത്രമാണ് LED തെളിയുള്ളൂ. ഇനി അതുപോലെ നമ്മുടെ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിന് 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തും ബാറ്ററി ചാർജ് ഫുള്ളാകുന്ന സമയത്തും തെളിയുന്ന 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്കത് പുറമേ ഒന്നും കാണാൻ പറ്റില്ല ബാറ്ററി ചാർജ് ഫുള്ളായോ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബോർഡിലെ LED അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെയും പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ ചെറിയ LED സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോർഡിലെ LED അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് 2 വയർ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മളിവിടെ സെൻറ്ററിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ബാറ്ററി ചാർജ് ഇൻഡിക്കേറ്റർ നമ്മൾ ഒരെണ്ണം അങ്ങനെ സെറ്റാക്കി എടുത്തത്. നമ്മുടെ ഈ ഒരു റേഡിയോയുടെ പണി ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റേഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് പുതിയ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 7 വർഷം വരെയൊക്കെ ആ ഒരു ബാറ്ററി നല്ല രീതിയിൽ നമുക്ക് ലൈഫ് ഉണ്ടാവും. ലിഥിയം അയൺ ബാറ്ററി അങ്ങനെ വേഗം കംപ്ലൈൻറ്റ് ആവില്ല. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന FM റേഡിയോ ബോർഡ് അതും വേഗം കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.